പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൽത്താറയിൽ നടന്ന 10,000-കണക്കിന് ആരാധനയുടെ യോഗശക്തിയാൽ അങ്ങനെ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നവരുണ്ട്. ഈശോയെ, ഓരോരോ കാര്യം സാധിക്കുന്നതിന് വേണ്ടി ഞാൻ നിനക്ക് മുമ്പ് എൻ്റെ ദൂതനയക്കുന്ന അളിച്ചത് കർത്താവെ, ആ മക്കളുടെ മേലെല്ലാം സഞ്ചാരി മാതാവിൻ്റെ സമയത്തിൻ്റെ അധികാരിയുടെ ദൂത ചൈതന്യം ഉണ്ടാകാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവരുണ്ട്, ആശുപത്രി പോകുന്നവരുണ്ട്, പ്രമാണം ചെയ്യാൻ വേണ്ടി പോകുന്നവരുണ്ട്, അഡ്വാൻസ് കൊടുക്കാൻ പോകുന്നവരുണ്ട്, ഇൻ്റർവ്യൂവിന് പോകുന്നവരുണ്ട്. അതുപോലെ തന്നെ ഓരോരോ ക്രയവിക്രയങ്ങൾക്കും ഏജൻസിക്കും ബിസിനസ്സിനും പോകുന്നവരുണ്ട്, വിവാഹകാര്യത്തിന് വേണ്ടി പോകുന്നവരുണ്ട്, മക്കൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്, വീടിനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്, റവന്യൂ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്. ഈശോ അവരെ എല്ലാവരെയും ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Lord Jesus Christ, pour out His Spirit, let fire fingers suck with the precious blood. Lord, in peace, Spirit of power and grace. ഞാൻ ചില ആൾക്കാർ പറയവേ, നാളെ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഇന്ന് ചെയ്യുമെന്ന് നമ്മൾ വീമ്പടിക്കരുത്. എന്നുവെച്ചാൽ നമ്മളെപ്പോഴും പ്രശ്നം, കർത്താവിൻ്റെ തിരുസന്നിധി ഒരു സന്തുലിതാവസ്ഥ നിലനിർത്താൻ കഴിയണേ. അതായത് ചില സമയത്ത് പീക്കിലോട്ട് ദൈവ ചൈതന്യം ഇങ്ങനെ പോവും, എന്നിട്ട് നേരെ ഗ്രാഫ് താഴേക്ക് വരും, പിന്നെ ഉയരും, ഇങ്ങനെ താഴും. അങ്ങനെ പോകേണ്ട കാര്യമില്ല. ശരിക്കും പറഞ്ഞാൽ യാതൊരുവിധ വെല്ലും ബ്രേക്കും ജീവിതത്തിൻ്റെ മേലില്ലെങ്കിലും എപ്പോഴും ദൈവത്തെ സംബന്ധിച്ചിടത്തോളം കിട്ടണ അനുഗ്രഹത്തിന് ആനുപാതികമായിട്ടാണ് നിങ്ങളെ കേൾക്കണ പാട്ടിന് പറ്റുന്ന ഡാൻസ് എന്ന് പറഞ്ഞല്ലേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുടുംബ പ്രാർത്ഥനയൊക്കെ ഉണ്ട്. കാര്യം മകന് ജോലി കിട്ടി, വീടൊക്കെ വെച്ച്, അച്ഛൻ വന്ന് വീടൊക്കെ വഞ്ചരിച്ച്, ഇപ്പോൾ വലിയ മുട്ടിപ്പാടൊന്നുമില്ല, ഇപ്പോൾ ഓക്കെയാണ്. ഇനിയിപ്പോൾ കൊച്ചുനാളെ കേൾക്കുകയാണ്, അവൻ്റെ വിസ ക്യാൻസലാകാൻ പോവുകയാണ്. ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ട് പ്രാർത്ഥിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പം തന്നെ പിന്നെ പ്രാർത്ഥന മുടക്കുന്നേ. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിന്നോട് പറയും. അതാണ് വിഷയം. അത് എന്നുവെച്ചാൽ കാലാവസ്ഥകളിൽ ഭേദങ്ങളിൽ കൈവരിക്കുന്ന സന്തുലിതാവസ്ഥ
ദൈവ തിരുസന്നിധിയിൽ വെടിപ്പോടെ നിൽക്കാൻ നമ്മളെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഇപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ എല്ലാം ഭംഗിയായിട്ട് എനിക്കാണെങ്കിൽ ചേടത്തിമാരെ കൊണ്ട് ഭയങ്കര പേടിയുള്ളൊരു മനുഷ്യനാണ് ഞാൻ. ഇവരൊക്കെ ഇങ്ങനെ വാരിക്കെട്ടിയൊക്കെ ഓരോ കാര്യം പറയുമ്പോൾ ഞാൻ മൈൻഡ് ചെയ്യത്തില്ല. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാം ഇപ്പം ഇത് നല്ലപ്പോഴും കുറേ അനുഗ്രഹങ്ങളൊക്കെ കിട്ടി, മക്കളൊക്കെ രക്ഷപ്പെട്ടൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഇവർ വലിയ സംഭവമൊക്കെ പറയണമെങ്കിലും നാളെ ഇവർക്കൊരു പണി കിട്ടുകയാണെങ്കിൽ ഈ സാഹചര്യങ്ങളൊന്നും ഉണ്ടാകും, ഈ ഭക്തി ഉണ്ടാകത്തില്ല, പ്രാർത്ഥന ഉണ്ടാകത്തില്ല. മോന്തം കയറ്റി എവിടെയെങ്കിലും ദൈവത്തിനെയും തെറി വിളിച്ച് എവിടെയെങ്കിലും മൂല കുത്തിരിക്കണ കാണാം. ഇത്രയുള്ള സാധനം. ഇങ്ങനെ ഉള്ളവർക്ക് ഇങ്ങനെ തന്നെ 8 പണി കിട്ടുകയും ചെയ്യും. എന്താ കാര്യം ചെറിയാവോ? അതായത് നീ അത്തിവൃക്ഷത്തിൻ്റെ ചുവട്ടിലായിരിക്കുമ്പോൾ നിന്നെ ഞാൻ കണ്ടു. കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടതാണേ ഇത്. പക്ഷെ ഇതിന് വരവ് ഇത്തിരി പെശക് വരവാണ് ഈ വരുന്നത്. ഇപ്പോൾ നീ ഒരുത്തരെ കണ്ടുമുട്ടിയ കാര്യമാണ്. ആ നാന്താരിയല്ല. റബ്ബി നീ എന്നെ എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ഈശോ പറയും, നീ അത്തിവൃക്ഷത്തിൻ്റെ ചുവട്ടിലായിരുന്നപ്പോൾ പീലിപ്പോസ് നിന്നെ കാണുന്നതിന് മുമ്പേ. അതൊക്കെ എനിക്ക് കേൾക്കുമ്പോൾ എനിക്ക് ഇഷ്ടമാണ്. അതായത് പീലിപ്പോസ് എന്ന് പറഞ്ഞ ഒരാൾ നമുക്കുണ്ടാകുമല്ലോ. നിൻ്റെ അപ്പൻ, നിൻ്റെ അമ്മ, നിൻ്റെ ചിറ്റപ്പൻ, നിൻ്റെ ആൻറ്റി, നിൻ്റെ അങ്കിള്, ഇങ്ങനെ കുറേ അണ്ണന്മാരുണ്ട്. അത് പീലിപ്പോസ്. നമ്മൾ കുറേ പീലിപ്പോസുമാരുണ്ടാവും. കർത്താവ് എന്ന് പറഞ്ഞാൽ നിൻ്റെ ആൻറ്റിയും അണ്ണനും കൂട്ടുകാരും അതാണ് പീലിപ്പോസ് എന്ന് പറഞ്ഞ ആ കക്ഷികളൊക്കെ നിന്നെ കാണുന്ന മുമ്പ് കാണാൻ തുടങ്ങിയവരാണ് ഞാൻ. യോഹന്നാൻ 1:48. അപ്പോൾ നഥാനിയേൽ ചോദിച്ചു, നീ എന്നെ എങ്ങനെ അറിയുന്നു? യേശു മറുപടി പറഞ്ഞു, പീലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുമ്പ് നീ അത്തിമരത്തിന്റെ ചുവട്ടിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു. ഈശോയ്ക്ക് നമ്മളെക്കുറിച്ചുള്ള അസസ്മെന്റ്. എന്നിട്ട് ഈ അസസ്മെന്റിൻ്റെ അകത്ത് ഒരു ഐഡന്റിറ്റി പറയുന്നുണ്ട്. കർത്താവ് ഫിക്സ് ചെയ്തിരിക്കുന്ന ഐഡന്റിറ്റി ഉണ്ട്. എന്താണ് അത്? ഒരു വെല്ലുവിളിയാണ് നമ്മുടെ മുമ്പിൽ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഒരു യഥാർത്ഥ ഇസ്രയേലിയൻ, ഇവനിൽ യാതൊരു കാപട്യവും ഇല്ല. എൻ്റെ മക്കളെ, ഞാൻ നിങ്ങളുടെ കാലെ പിടിച്ച് പറയുകയാണ്, കർത്താവുമായിട്ട് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ ഈ വിഷയം ഒന്ന് സീരിയസ് ആയിട്ട് എടുക്കണം. യോഹന്നാൻ 1:47. നഥാനിയേൽ തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് യേശു അവനെ കുറിച്ച് പറഞ്ഞു, ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. ഇവനിൽ യാതൊരു കാപട്യവുമില്ല. എന്നെ വല്ലാത്ത രീതിയിൽ മാറ്റിമറിച്ചിട്ടുള്ള വചനമാണിത്. എൻ്റെ പ്രിയപ്പെട്ട പ്രശ്നം വെച്ചാൽ യേശുവിനെ 1650 അല്ലെങ്കിൽ 550 വർഷം മുമ്പാണ് ഹിസ്റ്റോറിക്കലായിട്ട് ഈ യാക്കോബ് എന്ന് പറയുന്ന കക്ഷി ജീവിച്ചിരുന്നത്. അപ്പോൾ ഈ നാഥാനിയേലെ കാണാൻ പറയുന്നത് യാക്കോബിനെ കുറിച്ച് നമ്മുടെ പിതാവായ എബ്രഹാത്തിൻ്റെ മകൻ, ഇസ്ഹാക്കിൻ്റെ മകൻ, യാക്കോബിൻ്റെ ദൈവം എന്നൊക്കെ നമ്മൾ പറയുന്നത്. യാക്കോബിൻ്റെ ദൈവം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും യേശു ഈ മനുഷ്യനെക്കുറിച്ച് കോംപ്രമൈസ് ഇല്ലാതെ സംസാരിക്കണം. ഇയാൾ കാപട്യക്കാരനാണെന്നാണ്. അത് സുവിശേഷകന്മാർ ആ വന്ന വെളിപാട് അതുപോലെ എഡിറ്റ് ചെയ്യാതെ നേരെ അടിച്ച് കയറുകയും ചെയ്തു. ഇവർ ആദ്യം ഇത് വെളിപാട് വരുന്നത് എഴുത്തുകാർക്ക്, സുവിശേഷകന്മാർക്കല്ലേ വന്നത്. കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ അവർ അതുപോലെ തന്നെ, ഇത് യാക്കോബിന് ദൈവമാണ്, യാക്കോബ് ദൈവം തന്നെ അറിയപ്പെട്ട യാക്കോബിന് ദൈവം എന്നുള്ളതാണ്. അപ്പോൾ കാപട്യക്കാരൻ്റെ ദൈവമായിട്ട് അറിയപ്പെടാൻ ദൈവം ആഗ്രഹിക്കുമോ? അപ്പോൾ അതുകൊണ്ട് ഇത് വേണേൽ എഡിറ്റ് ചെയ്ത് കളയാമെന്ന് പറഞ്ഞാൽ
അവരാരും എഡിറ്റ് ചെയ്ത് കളഞ്ഞില്ല. യേശു എന്ത് പറഞ്ഞ്, യാക്കോബ കാപട്യക്കാരൻ ആണെങ്കിൽ കാപട്യക്കാരൻ തന്നെയാണ്, അതിൻ്റെ അകത്ത് മാറ്റാൻ പറ്റത്തില്ല. നമുക്ക് ബ്രാൻഡഡ് ആകാതിരിക്കാൻ വേണ്ടി നോക്കണേ മക്കളെ. കാപട്യം ഒരു പ്രോബ്ലമാണ്. സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കണം എന്ന് പറഞ്ഞില്ലേ. പ്രാർത്ഥനയുടെ ഉത്തരങ്ങളിൽ ഏറ്റവും വലിയ പ്രോബ്ലമുള്ള കാപട്യമാണ്. 1650 കൊല്ലം മുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യനാണ് യാക്കോബ്, യേശു ക്രിസ്തുവിനേക്കാളും. പക്ഷേ ഇത്രയും നാൾ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നേ. പക്ഷെ കാപട്യമില്ലാത്ത ഒരാളെ കണ്ടപ്പോൾ മറ്റൊരു പണി കിട്ടി. നാഥാനിയേലിനെ കണ്ടപ്പോഴേ, കാപട്യമില്ലാത്തവരെ കണ്ടപ്പോൾ യഥാർത്ഥ കാപട്യക്കാരനെ കർത്താവ് വിളിച്ചത് കൊണ്ടുവരുന്നു. ഇവനിൽ എന്ത് പറയുന്നുണ്ട്, ഇവനിൽ ഈ നാഥാനിയേലിൽ യാതൊരു കാപട്യവും ഇല്ല. അപ്പോൾ തന്നെ ബുദ്ധിയും ബോധമുള്ളത് മനസ്സിലാക്കണം. എന്താണ് കാപട്യമില്ല ജീവിച്ച കർത്താവ് എപ്പോഴായാലും അക്സെപ്റ്റ് ചെയ്യുമെന്ന്. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. അതിനുശേഷം ഞാനപ്പോൾ OIT പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു 2023 ജനുവരി തൊട്ട്. ഇപ്പോൾ പ്രോസസ്സിങ്ങിൻ്റെ ഇടയ്ക്കും ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. CGFNS അങ്ങനെ കുറേ പേപ്പർ വർക്കുകൾ കാര്യങ്ങളും ഉണ്ട് അതിന്, ന്യൂസിലാൻഡ് പ്രോസസ്സിങ്ങിന്. ഇപ്പോൾ ഏകദേശം ഒരു 1.5 വർഷമായി. അപ്പോൾ ഓരോ തടസ്സങ്ങൾ വരുമ്പോഴും മമ്മി പറയും എൻ്റെ അടുത്ത്, നീ പ്രാർത്ഥിക്ക്, മാതാവിനോട് പ്രാർത്ഥിക്ക്, എല്ലാം മാതാവ് ശരിയാക്കി തരും, നീ ഉടമ്പടി എടുത്തേക്കുന്നതല്ലേ. ഉടമ്പടി ഞാൻ പുതുക്കിക്കൊണ്ടിരുന്നു, ഓൺലൈനിൽ ഞാൻ പുതുക്കിക്കൊണ്ടിരുന്നു. എല്ലാ ദിവസവും ഞാൻ പള്ളിയിൽ പോകുമായിരുന്നു, പറ്റുന്ന ദിവസങ്ങളിലൊക്കെ. അതിനുശേഷം ഞാനിപ്പോൾ പ്രോസസ്സിങ് എല്ലാം കഴിഞ്ഞു. എൻ്റെ വിസ വന്നു, ടിക്കറ്റ് എടുത്തു. ഞാൻ ഈ വരുന്ന 22-ാം തീയതി, ഓഗസ്റ്റ് 22-ാം തീയതി ഞാൻ ന്യൂസിലാൻഡിന് പോവാണ്. ഞാൻ പോകുമ്പോൾ മാതാവ് എൻ്റെ കൂടെ ഉണ്ടാവുന്നുള്ള പൂർണ്ണ ബോധ്യത്തോടും വിശ്വാസത്തോടും കൂടിയാണ് ഞാൻ പോകുന്നത്. അവിടെ ഇപ്പോൾ ഭയങ്കര വേക്കൻസികൾ കുറവാണ്, ജോലി കിട്ടാൻ പാടാണെന്നൊക്കെ അറിയുന്നു. പക്ഷെ എന്നാലും ഞാൻ മാതാവിൻ്റെ കൂടെ ഉണ്ടെന്നുള്ള പൂർണ്ണ ബോധ്യത്തോടെ ഞാൻ പോകുന്നു. പിന്നെ എൻ്റെ ബ്രദറിന് അവൻ കോവിഡ് സമയത്ത് അവന് വിദേശത്തേക്ക് പോകാനുള്ള പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുമായിരുന്നു. അവന് ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. അവസാന നിമിഷം വിസ അടിച്ചു എന്ന് വരെ പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്ത് അവന് വിസ റിജക്ഷൻ വന്നു. 2 വർഷത്തോളം അവൻ്റെ സമയം പോയി, ഒരുപാട് സമയം പോയി. പക്ഷേ ആ വിസ റിജക്ഷനായി 2 മാസത്തിനുള്ളിൽ അവൻ മാൾട്ടയ്ക്ക് പോകാനാണ് ആദ്യം ശ്രമിച്ചത്. പക്ഷേ ആ വിസ റിജക്ഷനായി വെറും 2 മാസത്തിന് ശേഷം അവന് വേറൊരു ഇൻ്റർവ്യൂ പാസ്സാവാനും സൗദിയിലെ എയർപോർട്ടിൽ ജോലി നൽകി മാതാവ് അവനെ അനുഗ്രഹിച്ചു. അതും മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ്. ഞാൻ ഒരുപാട് പ്രതീക്ഷയുടെ പ്രാർത്ഥന അവന് നിയോഗം സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അവൻ്റെ കല്യാണം, അതിനുശേഷം അവൻ പോയതിനു ശേഷം അവൻ്റെ കല്യാണം, അവനിപ്പോൾ 31 വയസ്സായി. അവന് കല്യാണം എന്ത് ചെയ്ത് അവന് കല്യാണം ആവുന്നുണ്ടായിരുന്നില്ല. ഒന്നെങ്കിൽ അവന് ഇഷ്ടപ്പെടില്ല, അല്ലെങ്കിൽ പെങ്കൊച്ചിന് ഇഷ്ടപ്പെടില്ല. പക്ഷേ ഒരുപാട് നാളത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം മാതാവ് ഞങ്ങൾ അനുഗ്രഹിച്ചു. അവന് കല്യാണം ഉറപ്പിച്ച് 1 വർഷം കഴിയുമ്പോൾ അവൻ്റെ കല്യാണമാണ്.
മാതാവ് തന്ന അനുഗ്രഹത്തിന് ഞാൻ ഒരുപാട് നന്ദി പറയണു. പിന്നീട് എൻ്റെ നാത്തൂൻ, എൻ്റെ സിസ്റ്റർ ഇൻ ലോക്ക് ആദ്യത്തെ ഒരു മൂത്ത കുട്ടിക്ക് ഇപ്പോൾ 8 വയസ്സായി. അവർ ജർമ്മനിയിലാണ് സെറ്റിലാണ്. രണ്ടാമത്തെ കുട്ടി ആവാനായിട്ട് എന്ത് ചെയ്താൽ കുട്ടി ആവുന്നുണ്ടായിരുന്നില്ല. എന്താ കാരണം എന്ന് അവർ അവിടെ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞപ്പോൾ ചേച്ചിക്ക് യൂട്രസിൽ ചെറിയൊരു പോളിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ അത് ഒരു സർജറി അഡ്വൈസ് ചെയ്തു. സർജറി ചെയ്തു. അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞ ശേഷം ചേച്ചിക്ക് വളരെ കുറച്ച് മാസങ്ങൾക്ക് ശേഷം, അധികം സമയമെടുത്തില്ല, അതിനുശേഷം ഒരു നല്ലൊരു ആൺകുഞ്ഞിനെ ദൈവം കൊടുത്ത്, ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ കൊടുത്ത് ദൈവം അനുഗ്രഹിച്ചു. അവൻ്റെ പേര് ഫെഡറിക്കോ എന്നാണ്. പിന്നെ എൻ്റെ മറ്റൊരു സിസ്റ്റർ ഇൻ ലോ, ആൾക്ക് കല്യാണം കഴിഞ്ഞ് ഒരു 5 വർഷമായിട്ടും കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. ഒരുപാട് പ്രാർത്ഥിച്ചു. ആള് അബുദാബിയിൽ നഴ്സാണ്. അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാവാത്തതിൻ്റെ ഭയങ്കരമായ വിഷമം ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ കൺസീവായ സമയത്ത് തന്നെ, അതിന് മുന്നേ ചേച്ചി കൺസീവായി. ചേച്ചിക്ക് 5-ാം മാസം അനോമാലി സ്കാൻ ചെയ്തപ്പോൾ കൊച്ചിന് ഹെർണിയ ഉണ്ടെന്ന് ഡയഗ്നോസ് ചെയ്തു. ഹെർണിയ ട്രീറ്റബിൾ ആണ് എന്നുള്ളൊരു വിശ്വാസത്തിലും ഉറപ്പിലും അവർ മുന്നോട്ട് പോയി. പക്ഷേ കൊച്ചുണ്ടായതിന് ശേഷം 3-ാം പക്കം കൊച്ചു മരിച്ചു. വളരെയധികം വിഷമത്തിലാണ് അവരുടെ കുടുംബം. ആ ഒരു കഴിഞ്ഞ മാസങ്ങളായിട്ട് അവർ വളരെയധികം വിഷമത്തിലായിരുന്നു കുഞ്ഞു പോയ കാരണം. പിന്നെ രണ്ടാമത് ഇപ്പം എൻ്റെ കുട്ടിക്ക് ഇപ്പോൾ 2 വയസ്സാവണു. ഇപ്പോൾ ചേച്ചി 5 മാസം ചേച്ചി ഇന്നും പ്രാർത്ഥിക്കും. 5-ാം മാസം ചേച്ചി ഇപ്പോൾ പ്രഗ്നൻ്റ് ആണ്. 5 മാസമായിട്ട് ചേച്ചി ഇപ്പോൾ ക്യാരിങ് ആണ്. മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ്. ചേച്ചി ഇവിടെ വരാൻ പറ്റിയിട്ടില്ല ചേച്ചിക്ക് ഒരിക്കലും. പക്ഷേ മാതാവിൻ്റെ തൈലം ചേച്ചി എന്നും വയറ്റത്ത് പുരട്ടും, പ്രാർത്ഥിക്കും. മാതാവ് ചേച്ചിക്ക് ഒരു ആരോഗ്യമുള്ള കുഞ്ഞിനെ കൊടുക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം എന്തായാലും അവർ കുടുംബത്തോടെ ഇവിടെ വന്ന് മാതാവിനോട് ഇവിടെ വരും. പിന്നെ ഇത് കൂടാതെ ഒരുപാട് ചെറിയ ചെറിയ അനുഗ്രഹങ്ങൾ മാതാവ് എനിക്ക് തന്നിട്ടുണ്ട്. എല്ലാ അനുഗ്രഹങ്ങൾക്കും, എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ മാതാവിനോട് ഒത്തിരി നന്ദി പറയണം. എൻ്റെ പേര് ലില്ലി ജോസ്. ഞാൻ കൊല്ലം ജില്ലയിലെ മങ്ങാട് കണ്ടച്ചിറ ഇടവകയിലെ അംഗമാണ്. ഇത് എൻ്റെ ഹസ്ബൻഡ് ജോസ്. ഞാൻ പ്രധാനമായിട്ടും ഉടമ്പടി എടുക്കാൻ ഇവിടെ വന്നത് 2023 ജനുവരി 14-ാം തീയതിയാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. അപ്പം ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരാൻ കാരണം എൻ്റെ ഹസ്ബൻഡ് എല്ലാ മാസവും ഇവിടെ വണ്ടിയുമായിട്ട് വരുവാണ്. വണ്ടി ഓടിക്കുന്ന കുറേ ആളുകളെയും കൊണ്ട് വരും. അപ്പം ഹസ്ബൻഡ് വന്ന് പറഞ്ഞ്, കൃപാസനത്തിൽ ഞാൻ എല്ലാ മാസവും പോകുന്നുണ്ട്, നീ വരുന്നുണ്ടോ? ഭയങ്കര അത്ഭുതമാണ്. മാതാവ് ഒരുപാട് അനുഗ്രഹങ്ങൾ എല്ലാവർക്കും കൊടുക്കുന്നു. അപ്പം നമ്മുടെ കണ്ടച്ചിറയിൽ തന്നെ ഉള്ള ഒരു ചേച്ചിയാണ് വണ്ടി വിടുന്നത്. അപ്പം നമ്മുടെ വണ്ടി ആയതുകൊണ്ട് ഹസ്ബൻഡ് അമ്മ പറഞ്ഞെങ്കിൽ നീ പോകുന്നെങ്കിൽ പൊക്കോ, പോകാൻ പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത ആദ്യത്തെ ഉടമ്പടിയിൽ ഞാൻ നിയോഗങ്ങളൊക്കെ വെച്ച് പ്രാർത്ഥിച്ച്, സാധാരണ ഞാൻ എല്ലാവരും പ്രാർത്ഥിക്കുന്ന രീതിയിൽ പൂജയ്ക്ക് പോവുകയും ജപമാല പഠിക്കുകയൊക്കെ ചെയ്യുന്ന ആളായിരുന്നു. എങ്കിലും ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് അധികമായിട്ട് നല്ല വിശ്വാസം എനിക്ക് കിട്ടി. അമ്മ മാതാവിനോട് പ്രത്യേക ഒരു സ്നേഹവും എനിക്ക് എൻ്റെ അപ്പനും അമ്മയും മരിച്ചു പോയതാണ്. അപ്പം ഹസ്ബൻഡ് അമ്മയും ആണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ 2 മക്കളുണ്ട്. അപ്പം എനിക്ക് ആരുമില്ല എന്നൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷേ അമ്മ മാതാവിനോട് എന്ത് സങ്കടം ഉണ്ടെങ്കിലും ഞാൻ പറയുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പം എനിക്ക് എൻ്റെ കയ്യിൽ ഒരു മുഴമുണ്ട്. അപ്പം ഞാൻ 2-3 പ്രാവശ്യം 2-3 ഡോക്ടേഴ്സിനെ കാണിച്ചു. അപ്പം ഒരു ഡോക്ടർ പറഞ്ഞ് ഇത് കുറച്ച് കഴിയുമ്പം ബുദ്ധിമുട്ടായിട്ട് വരും, അത് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് സർജറി എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയായിരുന്നു. അപ്പം ഞാൻ അങ്ങോട്ട് വേറൊരു ഡോക്ടറിനെ കാണിച്ചപ്പോൾ ആ ഡോക്ടർ പറഞ്ഞ് ഇത് ചെയ്താലേ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു വെക്കേഷൻ ആവുമ്പം ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് നേർച്ച വസ്തുക്കളായ തൈലവും കാശുരൂപ ഒക്കെ വെച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ എല്ലാ ദിവസവും ഞാൻ തൈലം പുരട്ടി പ്രാർത്ഥിക്കും. അപ്പോൾ ഒരു ദിവസം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം മുഴ നോക്കിയിട്ട് കാണുന്നില്ല. അപ്പം ഞാനിങ്ങനെ പെട്ടെന്ന് ഭയങ്കര സന്തോഷത്തിൽ ഞാൻ ഹസ്ബൻഡ് വന്നപ്പോൾ പറഞ്ഞിടേ എൻ്റെ കയ്യിലെ മുഴ കാണുന്നില്ല, അമ്മ മാതാവ് എനിക്ക് മാറ്റി തന്ന്, എന്തായാലും എനിക്ക് ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അത് എനിക്ക് പ്രത്യേക ഒരു അനുഗ്രഹമായിരുന്നു. അപ്പം എനിക്ക് അറിയാവുന്നവരെല്ലാം വിളിച്ച് ഞാൻ പറഞ്ഞിടേ കണ്ടാടേ എൻ്റെ കയ്യിലുണ്ടായിരുന്നല്ലോ മുഴ, ഇപ്പോൾ കാണുന്നില്ല, എനിക്കത് മാതാവ് മാറ്റിത്തന്ന്. അങ്ങനെ ഒരുപാട് പേര് ഞാൻ പറഞ്ഞ് അവർ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. രണ്ടാമതായിട്ട് എൻ്റെ ഹസ്ബൻഡ്
ഹസ്ബൻഡിന് വലിയൊരു വാഹന അപകടം ഉണ്ടായി. ഹസ്ബൻഡ് ഓട്ടോ ഓടിക്കും, ഞങ്ങൾക്ക് മിനി ബസ്, ഞങ്ങൾക്ക് സ്കൂൾ ട്രിപ്പൊക്കെയാണ്. അപ്പം ഹസ്ബൻഡ് ഓട്ടോ ഓടിച്ച് വരുന്ന വഴിക്ക് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി, ഓട്ടോ മറിഞ്ഞ്. പക്ഷേ ഓട്ടോയ്ക്ക് നല്ല കംപ്ലൈൻ്റ് ഉണ്ടായി, പക്ഷേ എൻ്റെ ഹസ്ബൻഡിന് ഒരു അപകടം പറ്റിയില്ല. പക്ഷേ എന്നെ വിളിച്ച് പറഞ്ഞ് ഞാൻ പെട്ടെന്ന് ഓടിച്ചെന്നെങ്കിലും ഞാൻ വലിയ വിഷമത്തോടെയും പെട്ടെന്ന് സങ്കടത്തോടെ ഓടിച്ചെന്നേ. പക്ഷേ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു ഒന്നും പറ്റത്തില്ലെന്ന്. മാതാവ് അങ്ങനെ ഒന്നും വരുത്തത്തില്ല, എനിക്ക് ആരും ഇല്ലാത്തതാണല്ലോ എന്ന്. പക്ഷേ ഒന്നും പറ്റിയില്ല. അതും മാതാവ് എൻ്റെ ഹസ്ബൻഡിനെ രക്ഷിച്ച്. മൂന്നാമതായിട്ട് പറയാനുള്ളത്, പിന്നെ ഹസ്ബൻഡ് ഒരു ദിവസം ആഹാരം എൻ്റെ വീട്ടിൽ ഞാൻ വീട്ടിൽ വന്നേ പിന്നെ ഫുഡെല്ലാം ഉണ്ടാക്കുന്നത് ഞാനാണ്. അമ്മ കുക്കിംഗ് ഒന്നും ചെയ്യാറില്ല, ഞാനാണ് ആഹാരമൊക്കെ ഉണ്ടാക്കുന്നത്. ഒരു ദിവസം ഒരു മീൻ വൃത്തിയാക്കിക്കൊണ്ടിരുന്നപ്പം ആ മീൻ സാധാരണ എല്ലാ ജോലിയും ഞാൻ ചെയ്യുന്നത്. അപ്പം അമ്മ പറഞ്ഞ് ഞാൻ വൃത്തിയാക്കി തരാം, നീ വൃത്തിയാക്കിയാൽ ശരിയാവത്തില്ല. എന്നൊരു പാമ്പ് കണക്കിരിക്കുന്നൊരു നീണ്ട മീനായിരുന്നു. അത് അമ്മ വൃത്തിയാക്കി കഴിഞ്ഞ് ഞാൻ ഒന്നും കൂടെ കഴുകി അത് വൃത്തിയാക്കി എന്നിട്ട് അത് കറിയാക്കി ഹസ്ബൻഡിന് കൊടുത്ത് രാത്രി. അപ്പം ഹസ്ബൻഡ് ഇച്ചിരി കഴിച്ചിട്ടുണ്ടെങ്കിൽ ഹസ്ബൻഡ് അത് കണ്ണുടച്ചിരുന്ന ആഹാരം കഴിക്കുന്നത്. പക്ഷേ കറക്റ്റായിട്ട് അത് കഴിച്ച് തീർന്നു കഴിഞ്ഞ് വേസ്റ്റിൻ്റെ കൂട്ടത്തിൽ മാറ്റി വെച്ചപ്പം അതിനകത്തൊരു വലിയ ചൂണ്ട. അപ്പം ഞാൻ തന്നെ പേടിച്ച്, അയ്യോ മാതാവേ, ഞാൻ ഉണ്ടാക്കിയത് ചൂണ്ടയിട്ടാണല്ലോ. അമ്മ വൃത്തിയാക്കിയിട്ട് ഞാനും വൃത്തിയാക്കി, എന്നിട്ടും ഇതിനകത്ത് ചൂണ്ടയോ, എന്നിട്ടും ഒന്നും പറ്റിയില്ലല്ലോ. ഞാൻ ഉടനെ അമ്മയെ വിളിച്ച്, ഹസ്ബൻഡിൻ്റെ അമ്മയെ. അപ്പം അമ്മ വന്നിട്ട് പറഞ്ഞു, അയ്യോ ഇതിപ്പോൾ ഒരു മരണ വീടായേനേ അല്ലേ മോളെ. അയ്യോ ഞാൻ പറഞ്ഞു, ഇതിപ്പം മനസ്സിലായ അമ്മയ്ക്ക് മാതാവിൻ്റെ അനുഗ്രഹമാണ്, നമ്മൾ പ്രാർത്ഥിക്കുന്നോണ്ടാ എന്നുള്ള. അപ്പം അമ്മ പറഞ്ഞ് ഇപ്പം അവൻ്റെ അടുത്ത് പറയണ്ട, നാളെ നമുക്ക് അവൻ്റെ അടുത്ത് പറയാം. അങ്ങനെ ഞാൻ രാവിലെ ആയപ്പോൾ പറഞ്ഞിടേ ഇങ്ങനെ ഇതിനകത്ത് ചൂണ്ടയ്ക്ക് ആഹാരം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ പറ്റിയപ്പോൾ ആ കൊച്ചിനും അയ്യോ ഇങ്ങനെ സംഭവിച്ചോ എന്ന് ചോദിച്ചു. എന്നെ വഴക്കൊന്നും പറഞ്ഞില്ല. അയ്യോ അത് മാതാവ് നമ്മളെ അനുഗ്രഹിച്ചാന്ന് എന്നെ വിശ്വസിച്ചു. രണ്ടാമത് എൻ്റെ മോൻ ICSEയിൽ 10th എക്സാം പഠിച്ചുകൊണ്ടിരിക്കുമ്പം എക്സാമിൻ്റെ ടൈം ആയപ്പോലും അവൻ ഒരു വകയും പഠിക്കത്തില്ല, അവനിങ്ങനെ കളിച്ച് കിടക്കുന്ന സ്വഭാവം. അപ്പം ഞാൻ എക്സാമിൻ്റെ അവസാന മാസമായപ്പോൾ എനിക്ക് ടെൻഷനായി. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ICSE ആണ്, ഒരുപാട് പഠിക്കാനുണ്ട്, ഇവനിങ്ങനെ പഠിക്കാതിരുന്നാൽ എങ്ങനെയാണ്. പക്ഷേ ആദ്യം സമയങ്ങളിലൊക്കെ ഇവൻ നല്ലോണം പഠിക്കുന്ന കുട്ടിയാണ്, ഫസ്റ്റ് ക്ലാസ്സിൽ ടോപ്പൊക്കെ ആയിരുന്നു. പിന്നെ കൊണ്ടാണ് പഠിക്കാതായത്. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചു, മാതാവേ എന്തോ ചെയ്യുക, എൻ്റെ മോന് നല്ല മാർക്ക് ലഭിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ മോന് ICSE പരീക്ഷയിൽ നല്ല മാർക്കോടുകൂടി തന്നെ പാസ്സാവുകയും പിന്നീട് കേരള സിലബസിൽ പഠിക്കണമെന്ന് പറഞ്ഞ് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ തന്നെ അവന് അഡ്മിഷൻ കിട്ടുകയും ചെയ്തു. പിന്നെ മൂന്നാമതായിട്ട് ഇപ്പം +2 പഠിച്ചുകൊണ്ടിരിക്കുക. +1 നല്ല റിസൾട്ട്. അവനും അന്നേരവും നല്ല രീതിക്ക് പഠിക്കത്തില്ല. ഞാൻ ആ സമയമാകുമ്പോൾ ഇരുന്ന് മാതാവിൻ്റെ അടുത്ത് പഠിക്കുക. അവന് മാതാവിൻ്റെ അടുത്ത് നല്ല വിശ്വാസമുണ്ട്. അവനോരോ അസുഖങ്ങൾ അലർജികളൊക്കെ വരുമ്പം പറയും, അമ്മ ഇത് പ്രാർത്ഥിച്ച് മാറ്റുകയാണെങ്കിൽ ഞാൻ വിശ്വസിക്കാം. ഞാൻ പറഞ്ഞു, അമ്മയുടെ മാതാവ് മാറ്റുമോ അങ്ങനെയൊക്കെ ചോദിക്കും. ഞാൻ പറയാം, എന്ത് നിനക്ക് അത്ര വിശ്വാസമില്ലേ, അമ്മയുടെ മാതാവ് മാറ്റുമോ? അപ്പം ഞാൻ ഈ തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് ആ അലർജിയുള്ള ഭാഗത്ത് പ്രാർത്ഥിച്ചു കൊടുക്കുന്നതിൻ്റെ ഫലമായിട്ട് അവൻ്റെ അലർജി കംപ്ലീറ്റ് ആയിട്ട് മാറി. അപ്പോൾ അവന് ഭയങ്കര വിശ്വാസം, അമ്മ ഇത് എന്തെങ്കിലും ഒരു വരുമ്പോൾ അമ്മ ഇത് പ്രാർത്ഥിച്ച് മാറ്റി അങ്ങനെ പറയും. പിന്നെ മോക്ക് ഭയങ്കരമായിട്ടുള്ള ചെസ്റ്റ് അലർജി വന്ന് ഒരു 2-3 ആഴ്ചയോളം ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നു. അപ്പോൾ അവർ പറഞ്ഞ് ഇൻഹേലർ യൂസ് ചെയ്യണം. ഇൻഹേലർ യൂസ് ചെയ്തിരിക്കാൻ പറ്റത്തില്ല, അതുമാത്രം കുറേ നാൾ വരെ ഇൻഹേലർ യൂസ് ചെയ്യേണ്ടി വരുമെന്ന്. അപ്പം ഞാനങ്ങ് വിഷമിച്ച്, ഇത്രയും നാളൊക്കെ കൊച്ചു ഉപയോഗിക്കണമല്ലോ. അപ്പം ഞാനിങ്ങനെ വിശ്വാസത്തോടെ എപ്പോഴും പ്രാർത്ഥിക്കും. പിന്നെ ഉപ്പ് ഞാൻ വിശ്വാസ പ്രമാണം ചെയ്ത് ചൊല്ലി ഉപ്പ് കൊടുക്കുമായിരുന്നു എൻ്റെ മക്കൾക്ക്. അവർക്കുള്ള അസുഖങ്ങൾ വരുന്ന സമയത്തായാലും അല്ലാതെ ആയാലും. പിന്നെ എക്സാമിന് പോകുന്ന സമയത്ത് കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചും തൈലം കൊണ്ട് കുരിശ് വരച്ചുമൊക്കെയാണ് ഞാൻ എൻ്റെ മക്കളെ എക്സാമിന് വിടുന്നത്. പിന്നെ അപ്പം തന്നെ അലർജി ഇപ്പം ഇൻഹേലർ തന്നെ യൂസ് ചെയ്യാതെ അവളുടെ അലർജി കംപ്ലീറ്റ് ആയിട്ട് മാറി. ഇപ്പം അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ അവൾക്കില്ല. പിന്നെ മൂന്നാമതായിട്ട് എനിക്ക് മാതാവ് ഒരു വലിയ വീട് എന്ന് അനുഗ്രഹിച്ചു. എന്ന് വെച്ചാൽ ഞാൻ ഒരു ഏകദേശം നല്ലൊരു വീട്ടിലാണ് ജനിച്ച് വളർന്നതും. ഞാൻ എൻ്റെ ഹസ്ബൻഡ് ജോസിനെ സ്നേഹിച്ച് കെട്ടിയതാണ്. അപ്പം സാമ്പത്തികമായിട്ട് കുറച്ച് പിന്നോക്കം നിൽക്കുകയായിരുന്നു. പക്ഷേ അന്നേരം എല്ലാവരും എന്നെ അടുത്ത് പറഞ്ഞ്, ഇങ്ങനെ കെട്ടി നീ ഇങ്ങനെ പോയതുകൊണ്ട് നിനക്ക് ഇനി ജീവിതം എങ്ങനെ മുന്നോട്ട് പോകുമെന്ന്. പക്ഷേ എനിക്ക് എൻ്റെ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലമായിട്ടും ഹസ്ബൻഡ് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കൂടെ ഇരിക്കും, പ്രാർത്ഥിക്കും.
അതിൻ്റെ എനിക്ക് ഉള്ള സമയത്തെല്ലാം ഞാൻ തൈലം വെച്ച് കുരിശ് വരച്ച് പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്യുമായിരുന്നു. അപ്പം മാതാവ് എനിക്കിതിപ്പം നല്ല വീട് തന്ന് അനുഗ്രഹിച്ചു. പക്ഷേ മാതാവ് എനിക്ക് തന്നെയാ, ഞാൻ അത്രയും വലിയ വീടൊന്നും ആഗ്രഹിച്ചതുപോലും അല്ല. പക്ഷേ മാതാവ് എനിക്ക് അത്രയും വലിയൊരു വീട് തന്ന് ഇപ്പം ഏകദേശം എല്ലാ പണിയും തീർന്ന് ഇപ്പം പാലുകാച്ചിൻ്റെ സ്റ്റേജ് എത്തി നിൽക്കുകയാണ്. പിന്നെ വലിയമായിട്ട് ഈ വീട് പണി ഒക്കെ സാമ്പത്തികമായിട്ട് കുറച്ച് ഞെരുക്കം വന്ന സമയത്ത് നമുക്ക് കുറച്ച് കടബാധ്യത വന്നപ്പം ഞാൻ വിഷമിച്ച്. ഞങ്ങൾക്ക് മിനി ബസ്സുണ്ട്, അപ്പം 2 ബസ് കൊണ്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അപ്പം അത് ഒന്ന് കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പം അതിന് വില കിട്ടാതെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. കുറേ സ്വർണ്ണമൊക്കെ പണയം ഇരിക്കുക. അപ്പം നമ്മൾ അത് എടുക്കണം, പിന്നെ വീട് പണി കംപ്ലീറ്റ് ചെയ്യണം. അങ്ങനെയുള്ള ഇരിക്കുമ്പം ഒരു 10-15 ലക്ഷം രൂപയ്ക്ക് ഞങ്ങളുടെ വണ്ടി ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ച്, മാതാവേ എനിക്ക് ഈ 1 മാസത്തിനകത്ത് വെച്ച് ഇത് കച്ചവടമായി കിട്ടിയില്ലെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, കടമാണെങ്കിൽ പെരുകുന്നു. അപ്പം ഞാനിങ്ങനെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് കറക്റ്റ് ആദ്യമേ ഒരു അഡ്വാൻസ് ഒരു ആൾ കൂടി തന്നു. ആ ഉടമ്പടി എടുത്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പം പുരിക്കൽ കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പം അത് അവർക്ക് മേടിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് പിന്നെ ആ ഡേറ്റിനകത്ത് വെച്ച് തന്നെ എനിക്ക് 17 ലക്ഷം രൂപയ്ക്ക് എൻ്റെ വണ്ടി കച്ചവടമാക്കി കിട്ടി. എനിക്ക് കടമൊക്കെ കുറേ എല്ലാം ഒതുക്കി തീർക്കാൻ പറ്റി. ഇപ്പം എനിക്ക് അധികം കടങ്ങളൊന്നുമില്ല, എന്നാലും കുറച്ചൊക്കെ ഉണ്ട്. അതെനിക്ക് വിശ്വാസമുണ്ട് എൻ്റെ മാതാവ് എനിക്കത് തീർത്തു തരും. പിന്നെ വണ്ടിക്ക് CC ഉണ്ട്, അതൊക്കെ അടയ്ക്കേണ്ട ഒരു സാഹചര്യം വന്നാലും സമയമാകുമ്പോൾ 10-ാം തീയതി ആകുമ്പോൾ ഇത്രയും രൂപ അടയ്ക്കണമല്ലോ, ഹൗസിംഗ് ലോൺ ഉണ്ട് ഇത്രയും രൂപ. പക്ഷേ എങ്ങനെയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, സമയമാകുമ്പോൾ അത്രയും രൂപ എനിക്ക് സമയത്ത് കറക്റ്റായിട്ട് എൻ്റെ അക്കൗണ്ടിൽ വന്നിരിക്കും. അത് എൻ്റെ മാതാവ് തന്നെ എനിക്ക് കൊണ്ടുതരുന്നത്. എനിക്ക് ആരും ഇല്ലാത്തത് കൊണ്ട് എൻ്റെ മാതാവ് എൻ്റെ കൂടെ നിന്ന് എല്ലാം എനിക്ക് നടത്തി തരുന്നുണ്ട്.